നമസ്കാരം. വൈശാഖം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ ചോരനീരാക്കി പണിയെടുത്താലും കടങ്ങളും വറുതിയും മാറാതെ നിൽക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ അറിവാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കി വച്ചില്ലെങ്കിലും കടങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് നമ്മളിൽ ഓരോരുത്തരുടെയും വലിയ ആഗ്രഹം. എന്നാൽ ഞാൻ ഈ പറയുന്ന 2 ചെടികൾ കൃത്യമായ സ്ഥാനത്ത് ഒന്നിച്ച് നട്ടുവളർത്തിയാൽ ആ വീട്ടിൽ ഒരിക്കലും കടം കയറില്ലെന്ന് മാത്രമല്ല, മഹാലക്ഷ്മിയുടെ പൂർണ്ണ സാന്നിധ്യവും അനുഗ്രഹവും ആ ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല, സ്വന്തം അനുഭവം കൊണ്ട് കണ്ടറിഞ്ഞ തികച്ചും സത്യസന്ധമായ കാര്യമാണ്. നാൾക്കുനാൾ നിങ്ങളുടെ കുടുംബം വലിയ ഐശ്വര്യത്തിലേക്ക് ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ചെടികൾ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇതിന് കൃത്യമായ വാസ്തുസ്ഥാനമുണ്ട്. ശരിയായ സ്ഥാനത്ത് ഇവ ഒന്നിച്ചു വളരുമ്പോൾ മാത്രമാണ് ആ വീട് പൂർണ്ണമായും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും ദോഷദുരിതങ്ങളും മാറ്റിമറിച്ച് ജീവിതത്തിലൊരു പുതിയ മാറ്റത്തിന് തുടക്കമിടാൻ പോകുന്ന ആ 2 ചെടികൾ ഏതാണെന്നും അവ ഏത് സ്ഥാനത്താണ് നടേണ്ടതെന്നും ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായി കണ്ട് സ്ഥാനം തെറ്റാതെ തന്നെ ഇവ നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ഇത്തരത്തിൽ ഐശ്വര്യവും വൻഫലങ്ങളും നൽകുന്ന 9 തരം ചെടികളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ 9 ചെടികളും നിങ്ങൾ നട്ടുവളർത്തണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുപറമ്പിൽ പലയിടങ്ങളിലായി നിൽക്കുന്നവയോ ആണെങ്കിൽ അവയെല്ലാം ശ്രദ്ധയോടെ പറിച്ചു മാറ്റി ഞാൻ ഈ പറയുന്ന കൃത്യസ്ഥാനത്ത് കൊണ്ടുപോയി നട്ടാലും മതിയാകും. നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യത്തിനായി ഈ 9 ചെടികളിൽ നിന്നും സാധ്യമായത് സ്ഥാനം അറിഞ്ഞു മാത്രം നടുക. ആ ചെടികൾ വളർന്നു പന്തലിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും അവസാനിക്കും, സാമ്പത്തിക വാസ്തുയോഗം തെളിയുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ തരുന്ന ആ 9 ചെടികൾ ഏതൊക്കെയാണെന്നും അവ നട്ടുവളർത്തേണ്ട കൃത്യമായ സ്ഥാനങ്ങൾ ഏതാണെന്നും നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കർപ്പൂര തുളസിയും കരിമഞ്ഞളും ഒന്നിച്ച് കൂട്ടിയിണക്കി വളർത്തുന്നത് ഏറ്റവും വലിയൊരു പരിഹാരമാർഗമാണ്. നമ്മളെ വല്ലാതെ അലട്ടുന്ന ശത്രുദോഷം, നാട്ടുകാരുടെ കണ്ണുതട്ടൽ, നെഞ്ചിൽ തട്ടിയുള്ള അസൂയയും പ്രാക്കും, വീടിനുണ്ടാകുന്ന മറ്റു ദോഷങ്ങൾ, പിന്നെ സാമ്പത്തികമായ വലിയ ദുരിതങ്ങൾ, അങ്ങനെ നമ്മുടെ വീടിനെ ബാധിക്കുന്ന സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്ന 2 അത്ഭുത ചെടികളാണ് കർപ്പൂര തുളസിയും കരിമഞ്ഞളും. ധാരാളം പാവപ്പെട്ട മനുഷ്യർ എന്റെ അടുക്കൽ വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയാറുള്ള കാര്യമാണ്, അയൽക്കാരുടെ കണ്ണ് തട്ടലും അവരുടെ ശാപവാക്കുകളും കാരണം ഒരു രീതിയിലും ജീവിച്ചു പോവാൻ പറ്റുന്നില്ല എന്ന്. അല്ലെങ്കിൽ സ്വന്തം അയൽപ്പക്കത്ത് താമസിക്കുന്ന ചില അടുത്ത ബന്ധുക്കൾ കാണിക്കുന്ന ദ്രോഹങ്ങളും അവരുടെ നിരന്തരമായ പ്രാക്കും കണ്ണീറും ഉള്ളിലെ എരിച്ചിലും കാരണം മുന്നോട്ടു പോവാൻ വഴിയില്ലെന്നും ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നതെന്നും അവർ സങ്കടത്തോടെ പറയാറുണ്ട്. ഇതിനൊക്കെ പുറമെ അനുഭവപ്പെടുന്ന സാമ്പത്തിക വറുതികൾ വേറെയും. ഇങ്ങനെയൊക്കെ വന്ന് മനസ്സിലെ വലിയ വിഷമങ്ങൾ പറഞ്ഞ് കരയുന്നവരോട് ഞാൻ സാധാരണയായി ഉപദേശിക്കാറുള്ള വലിയൊരു വഴിയാണ് കർപ്പൂര തുളസിയും കരിമഞ്ഞളും ചേർത്തുള്ള ഈ കാര്യം. ഇവ രണ്ടും നിങ്ങൾ തപ്പിയെടുത്ത് തന്നെ വാങ്ങണം. കാരണം ഇത് എല്ലാവരുടെയും വീട്ടുപറമ്പിൽ കാണണം എന്നില്ല. കർപ്പൂര തുളസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുറ്റത്ത് കാണുന്ന തുളസിയല്ല, ഇതിൽ കാണുന്ന പോലെ പ്രത്യേക തരം തുളസിയാണ്. കർപ്പൂര തുളസിയുടെ കൂടെ കരിമഞ്ഞൾ കൂടി നിങ്ങൾ അന്വേഷിച്ച് വാങ്ങണം. ഇത് നമ്മൾ കൂട്ടാൻ വെക്കുന്ന സാധാരണ മഞ്ഞളല്ല, കരിമഞ്ഞളാണ്. ഇതുപോലെ മുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഈ കരിമഞ്ഞളിന്റെ തൈകൾ നിങ്ങൾക്ക് കടകളിൽ നിന്നോ നഴ്സറികളിൽ നിന്നോ വാങ്ങാൻ കിട്ടും. എന്നിട്ട് ഈ കരിമഞ്ഞളും കർപ്പൂര തുളസിയും കൊണ്ടുവന്ന് കൃത്യമായ ഇടത്ത് തന്നെ നടണം. ഏതാണ് ആ ഇടമെന്ന് വെച്ചാൽ അത് വീടിന്റെ വടക്കുവശമാണ്. ഇത് വീടിന്റെ വടക്കുവശത്തല്ലാതെ വേറെ എവിടെ നട്ടിട്ടും ഒരു കാര്യവുമില്ല. വീടിന്റെ വടക്കുവശത്ത് തന്നെ കർപ്പൂര തുളസിയും കരിമഞ്ഞളും ഒറ്റമൂട്ടിൽ നടണം. എന്താണ് ഈ ഒറ്റമൂട്ടിൽ നടുക എന്ന് പറയുന്നത്? ഒരേ കുഴിയെടുത്ത് അവിടെ ഈ തുളസി തൈ വെച്ച് അതിനോടൊപ്പം തന്നെ കരിമഞ്ഞളും നട്ട് സ്നേഹത്തോടെ വെള്ളമൊഴിച്ച് പരിപാലിക്കണം. ഇത് രണ്ടും ഒരേ കുഴിയിൽ തഴച്ചു വളർന്ന് വലുതായി നിൽക്കുക എന്ന് പറയുന്നത്, അതായത് ഒന്നിച്ച് വളരുന്നത് ഏറ്റവും വലിയ ഐശ്വര്യമാണ്. അത് വലിയൊരു പുണ്യമാണ്. അങ്ങനെ ചെയ്താൽ പിന്നീട് ഒരു ദോഷവും ആ വീടിനെ ബാധിക്കില്ല. ഇനി എത്ര കഠിനമായ കണ്ണേറോ പ്രാക്കോ ആളുകളുടെ എരിച്ചിലോ എന്തുതന്നെ വന്നാലും അതൊക്കെ വഴിമാറിപ്പോയിക്കോളും. ആ കുടുംബത്തിന് വലിയ ധനാഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും സന്തോഷവും വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്തതായി നമ്മൾ 2ാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. 2ാമത്തത് എന്ന് പറയുന്നത് മണിപ്ലാന്റും താമരയുമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, മണിപ്ലാന്റും വെള്ളത്തിൽ കിടക്കുന്ന താമരയും എങ്ങനെയാണ് ഒരൊറ്റ മൂട്ടിൽ നടുക എന്ന്. പക്ഷേ ഇത് ഒരൊറ്റ മൂട്ടിലല്ല നട്ടുവളർത്തേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം. മണിപ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, നമ്മുടെ കുടുംബത്തിലെ ധനാഭിവൃദ്ധിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു അത്ഭുത ചെടിയാണ്. നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും വീടുകളിൽ വളർത്തുന്ന ഒന്നുകൂടിയാണിത്. ഈ മണിപ്ലാന്റ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ തെക്കുകിഴക്കേ ഭാഗത്താണ് വെക്കേണ്ടത്. തെക്കുകിഴക്കേ ഭാഗത്ത് എന്ന് പറയുമ്പോൾ വീട്ടിനകത്തൊരു കുപ്പിയിലോ പാത്രത്തിലോ
വെള്ളമൊഴിച്ചു വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലോ മറ്റോ പടർത്തി വളർത്തിയാലും മതി. അങ്ങനെ തെക്കുകിഴക്കേ ഭാഗത്ത് ഒരു മൂട് മണിപ്ലാന്റ് വളർത്തുക. ആ മണിപ്ലാന്റ് അവിടെ വെക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയുണ്ടല്ലോ, അതായത് തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് കിഴക്കൂടെ നേരെ വടക്കോട്ട് വരുന്ന ഭാഗമാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത്. ആ വടക്ക് കിഴക്കേ മൂലയിൽ ചെറിയൊരു ടബ്ബോ അതല്ലെങ്കിൽ അതിനായി പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു കോൺക്രീറ്റ് കുളമോ ചെറിയൊരു സാധാരണ കുളമോ ഉണ്ടാക്കി അതിൽ ഒരു മൂട് താമര നട്ടു വളർത്തുക. നമുക്കിപ്പോൾ ടബ്ബിലൊക്കെ വളരെ നിസ്സാരമായിട്ട് കുറഞ്ഞ കാശ് കൊടുത്തു വാങ്ങി താമര വളർത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്താലും മതി, ടബ്ബിൽ വളർത്തിയാലും മതി എന്നർത്ഥം. കാരണം താമര എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. മഹാലക്ഷ്മി കടന്നുവരുന്ന ദിക്കായിട്ടുള്ള വടക്ക് കിഴക്കേ ദിക്കിൽ നിന്ന് അതേ ദർശനം കിട്ടുന്ന രീതിയിൽ, അഥവാ ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ നേരെ കിട്ടുന്ന രീതിയിൽ വീടിന്റെ തെക്കുകിഴക്കേ ഭാഗത്ത് മഹാലക്ഷ്മി കുടികൊള്ളുന്ന ആ തെക്കുകിഴക്കേ ദിക്കിൽ ഒരു മണിപ്ലാന്റ് വളർത്താൻ കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും നമ്മെ തേടിയെത്തും. ഇത് രണ്ടും നേർരേഖയിൽ വരുന്ന രീതിയിൽ, അതായത് വടക്ക് കിഴക്കേ മൂലയ്ക്കും തെക്ക് കിഴക്കേ മൂലയ്ക്കും കൃത്യമായി വടക്ക് കിഴക്കേ മൂലയ്ക്ക് താമരയും അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് മണിപ്ലാന്റും വളർത്തിയാൽ കുടുംബത്തിന് വലിയ ഉയർച്ച ഉറപ്പാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണിത്. അതുപോലെ തന്നെ ഏറ്റവും ഐശ്വര്യമുള്ള കാര്യവുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കണം, ഇത് കൃത്യമായ സ്ഥാനത്ത് തന്നെ വളർത്തണം. സ്ഥാനം തെറ്റിയോ മാറിപ്പോകുകയോ ചെയ്യരുത്. തെക്കുകിഴക്ക് വളർത്തേണ്ടത് മണിപ്ലാന്റ് തന്നെയാണ്, വടക്കുകിഴക്ക് വളർത്തേണ്ടത് താമരയുമാണ്. ഇവ തമ്മിൽ തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞുപോയാൽ ഉണ്ടാകുന്നത് ഇരട്ടി ദോഷമായിരിക്കും. അതിനാൽ വടക്ക് കിഴക്കേ ഭാഗത്ത് ഒരു ടബിൽ താമരയും തെക്കുകിഴക്ക് മണിപ്ലാന്റും തന്നെ വളർത്തണം എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ വീടുകളിൽ സാധാരണയായി നടാറുള്ള നന്ദ്യാർവട്ടത്തെക്കുറിച്ചും കള്ളിപ്പാലയെക്കുറിച്ചുമാണ്. ദൈവികമായ പൂജകൾക്ക് ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന നന്ദ്യാർവട്ടം മിക്ക വീടുകളിലും കാണാറുണ്ട്. എന്നാൽ ഇത് കൃത്യമായ സ്ഥാനത്ത് നട്ടുവളർത്തിയാൽ നമുക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുക. നമ്മുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയുണ്ടല്ലോ, കന്നിമൂല എന്ന് പറയുന്ന ആ ഭാഗം, ആ തെക്കും പടിഞ്ഞാറും ചേരുന്ന സ്ഥാനത്ത് ഒരു മൂട് നന്ദ്യാർവട്ടവും അതോടൊപ്പം തന്നെ ഒരു മൂട് കള്ളിപ്പാലയും നട്ടുവളർത്തുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. നന്ദ്യാർവട്ടം നിറഞ്ഞു പൂക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സകല ഐശ്വര്യങ്ങളും വന്നെത്തും. അതുപോലെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളെയും വിഷമങ്ങളെയും ആ കള്ളിപ്പാലയുടെ മുള്ളുകൾ പോലെ നീക്കി തുടച്ചു കളയാനും സാധിക്കുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഒരു വശത്ത് ഐശ്വര്യം നിറയുകയും മറുവശത്ത് ദോഷങ്ങൾ മാറുകയും ചെയ്യും. അതിനാൽ കന്നിമൂല ഭാഗത്ത് നന്ദ്യാർവട്ടവും അതിന്റെ തൊട്ടടുത്തു തന്നെയായി ഒരു മൂട് കള്ളിപ്പാലയും കൂടെ വച്ചുപിടിപ്പിക്കുന്നത് വളരെ ഗംഭീരമായ ഗുണം തരും. ഇനി നാലാമതായി പറയാനുള്ളത് ചെമ്പകവും മന്ദാരവുമാണ്. പല വീടുകളിലും ഇത് കാണാറുമുണ്ട്. ഇവ വീടിന്റെ കിഴക്കുവശത്ത് വരുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കിഴക്കോട്ട് ദർശനമുള്ള വീടുകളാണെങ്കിൽ രാവിലെ ഇറങ്ങി വരുമ്പോൾ കണി കാണുന്ന രീതിയിലോ ശകുനം കാണുന്ന രീതിയിലോ ഇവ ഒന്നിച്ചു നിൽക്കുന്നത് വലിയ ഫലം കൊണ്ടുവരും. പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരുടെ കാലത്ത് തറവാടുകളിൽ വീടിന്റെ മുൻവശത്ത് കിഴക്കുഭാഗത്തായി ചെമ്പകവും മന്ദാരവും നിർബന്ധമായും നട്ടുവളർത്തുമായിരുന്നു. അതിന്റെയൊക്കെ ഒരു വലിയ ഐശ്വര്യവും സന്തോഷവും ആ തറവാടുകളിലുണ്ടായിരുന്നു. വീടിന്റെ കിഴക്കുവശത്ത് ചെമ്പകവും മന്ദാരവും ഒരുമിച്ച് വന്നാൽ ആ കുടുംബം ഒരു നാളും തളരില്ല എന്നും സർവ്വ ഐശ്വര്യങ്ങളും അവിടെ നിറഞ്ഞു നിൽക്കും എന്നുമാണ് വാസ്തുവിൽ പറയുന്നത്. ഇനി അഞ്ചാമതായി നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം, നമ്മുടെ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ശിവനരളിയെക്കുറിച്ചും നീലശംഖുപുഷ്പത്തെക്കുറിച്ചുമൊക്കെയാണ്. ഈ കാണുന്ന മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടിയെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ശിവനരളി എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ ഏതെങ്കിലും പേരായിരിക്കും പറയുന്നത്. ആ പേരുകൂടി എല്ലാവരും ഒന്ന് പറഞ്ഞു തന്നാൽ കേൾക്കുന്ന മറ്റാളുകൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഭഗവാൻ പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ട അത്രയും പവിത്രമായ ഒരു പൂവാണ് ഈ ശിവനരളി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി കാണാറുള്ള ഒന്നാണ് ശംഖുപുഷ്പം. അതിൽ വെളുപ്പും നീലയുമൊക്കെയായി പല നിറങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇതിനായി എടുക്കേണ്ടത് ആ നീല ശംഖുപുഷ്പമാണ്. ഈ ശിവനരളിച്ചെടി വീട്ടിൽ നട്ടുവളർത്തി അതിലേക്ക് ഈ നീല ശംഖുപുഷ്പത്തിന്റെ വള്ളി പടർത്തി ഭംഗിയായി പരിപാലിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അത് കുടുംബത്തിന് നൽകുന്ന വിശേഷപ്പെട്ട ഫലം വളരെ വലുതാണ്. ഇതിനായി വാസ്തുപ്രകാരം നമ്മൾ കാണേണ്ട കൃത്യമായ സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്കേ മൂലയാണ്. അതായത് വടക്കും കിഴക്കും ചേരുന്ന ഈശാനകോൺ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ദൈവികമായ ഭാഗം. ആ ഈശാനമൂലയിൽ ശിവനരളിയും നീല ശംഖുപുഷ്പവും ഒന്നിച്ചു നിർത്തിയാൽ നാൾക്കുനാൾ ആ വീടിനും കുടുംബത്തിനും വലിയ ഉയർച്ചയും സന്തോഷവും മാത്രമായിരിക്കും ഫലം. ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന സകലവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിപ്പോകും. ഒരിക്കലും ആ വീട്ടിൽ കടബാധ്യതകൾ കയറിവരില്ല. സകല ദോഷങ്ങളും അകന്ന് സമ്പത്തും സൗഭാഗ്യങ്ങളും നമ്മെ തേടിയെത്തും എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യമാണ്. നിങ്ങൾ പല വീടുകളിൽ പോകുമ്പോഴും ഈ ശിവനരളിച്ചെടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ഇനി കാണുമ്പോൾ അതിന്റെ സ്ഥാനം ഒന്നു നോക്കുക. അവർ വെറുതെ വച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ വടക്ക് കിഴക്കേ മൂല കണക്കാക്കി വെച്ചതാണ്. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ എവിടെയാണോ ശിവനരളിയും ഈ നീല ശംഖുപുഷ്പവും ഒന്നിച്ചു വളർന്നു നിൽക്കുന്നത്
ആ വീടുകളൊക്കെ വലിയ ഐശ്വര്യത്തിലേക്ക് ഉയർന്നു വന്ന ചരിത്രം മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും വടക്ക് കിഴക്കേ മൂലയിൽ ഇവ രണ്ടും ഒന്നിച്ചു നട്ടുവളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീടിന് ഐശ്വര്യം വരാൻ വേണ്ടി അടുത്തതായി ചെയ്യേണ്ടത് ആറാമത്തെ കാര്യമാണ്. വെള്ള ശംഖുപുഷ്പവും മഞ്ഞളും ഒന്നിച്ചു വളർത്തുന്നതാണ് ഇതിൽ പ്രധാനം. വീടിന്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന ഈശാന കോണിലാണ് ഇത് നട്ടുവളർത്തേണ്ടത്. ശംഖുപുഷ്പം ഇങ്ങനെ പടർന്നു പന്തലിച്ചു പോകുമ്പോൾ അതിന്റെ ചുവട്ടിൽ തന്നെ ഒരു മൂട് മഞ്ഞൾ കൂടി വെച്ചുപിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളോടെ മഹാലക്ഷ്മി ദേവി ആ വീട്ടിൽ വാഴും എന്നാണ് വിശ്വാസം. എന്നാൽ ഇതിന്റെ സ്ഥാനം തെറ്റിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥാനം മാറിപ്പോയാൽ അത് വീട്ടിലേക്ക് ദോഷങ്ങൾ വിളിച്ചു വരുത്താൻ ഇടയാക്കും. മഞ്ഞളിനോടൊപ്പം വെള്ള ശംഖുപുഷ്പം തന്നെ വളർത്താൻ പ്രത്യേകം ഓർക്കുക. നീല ശംഖുപുഷ്പം വളർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും വെള്ള ശംഖുപുഷ്പവും മഞ്ഞളും ഒന്നിച്ചു നടുമ്പോഴാണ് അത് കൂടുതൽ ഗംഭീരമായി മാറുന്നത്. അടുത്തത് ഏഴാമത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങൾ ഈ 9 കാര്യങ്ങളും കൃത്യമായി കേട്ടുനോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുക. ഇനി ഏഴാമതായി പറയുന്നത് മഞ്ഞമുളയെക്കുറിച്ചാണ്. വലിയ മുളകൾക്ക് പകരം കുറ്റിമുള വളർത്തിയാലും മതിയാകും. ഇന്ന് നഴ്സറികളിലൊക്കെ കുറ്റിമുള ധാരാളമായി വാങ്ങാൻ കിട്ടാറുണ്ട്. ഈ കുറ്റിമുളയും മൈലാഞ്ചിയും ഒന്നിച്ച് നട്ടുവളർത്തുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. മൈലാഞ്ചി വളർത്തുമ്പോൾ അത് വലിയ കാട് പോലെ പടരാൻ അനുവദിക്കരുത്. ഇടയ്ക്കിടെ വെട്ടി ഒതുക്കി കുറ്റിയാക്കി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മഞ്ഞമുളയും മൈലാഞ്ചിയും വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗത്താണ് നട്ടുവളർത്തേണ്ടത്. മൈലാഞ്ചി എന്ന് പറയുന്നത് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വിശുദ്ധമായൊരു ചെടിയാണ്. മഞ്ഞമുളയാകട്ടെ വീട്ടിലെ സകല ദോഷങ്ങളെയും അകറ്റി നിർത്തുന്ന ഒന്നാണ്. തെക്ക് കിഴക്കേ ഭാഗത്ത് ഇവ രണ്ടും ഒന്നിച്ചു വരുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ വീട്ടിലേക്ക് ഒഴുകിയെത്തും. മഞ്ഞമുളയുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിലെ സകല ദുരിതങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെ ആ വീട് മുഴുവൻ എപ്പോഴും ഐശ്വര്യം നിറഞ്ഞു നിൽക്കും. കടം കയറാതെയും വലിയ ദോഷങ്ങളും ബാധ്യതകളും വരാതെയും കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യപ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഇല്ലാതെയും ആ വീട് എന്നും സന്തോഷത്തോടെ നിലനിൽക്കും. മഞ്ഞമുളയും മൈലാഞ്ചിയും തെക്ക് കിഴക്കേ ഭാഗത്ത് വെച്ച് പരിപാലിച്ചാൽ ഉണ്ടാകുന്ന വലിയ ഗുണം ഇതാണ്. അടുത്തതായി എട്ടാമതായി പറയാനുള്ളത്, നമ്മളുടെ വീടിന്റെ കിഴക്ക് വശത്ത് എവിടെയെങ്കിലും മുക്കുറ്റി നിൽക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എല്ലാ വീടുകളിലും മുക്കുറ്റി അങ്ങനെ വെറുതെ വളരാറില്ല. മുക്കുറ്റിയെന്ന് പറയുന്നത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒന്നല്ല, അത് തനിയെ മുളച്ചു വരേണ്ടതാണ്. ഏതൊരു വീട്ടിലാണോ മുക്കുറ്റി തനിയെ മുളച്ചു വരുന്നത് അവിടെ ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹവും വലിയ ഈശ്വരാധീനവുമുണ്ടെന്നാണ് അർത്ഥം. നല്ല ഈശ്വരാധീനമുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ മുക്കുറ്റി അങ്ങനെ വളരുകയുള്ളൂ. അതറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നോക്കുന്നതിനൊപ്പം തൊട്ടടുത്ത പറമ്പിലേക്കുമൊന്ന് നോക്കൂ. ചിലപ്പോൾ അവിടെ ഒരു മൂട് പോലും കാണാൻ കാണില്ല. അത്രത്തോളം ഈശ്വരാധീനമുള്ള മണ്ണിൽ മാത്രം മുളച്ചു പൊന്തുന്ന വിശുദ്ധമായ ചെടിയാണ് മുക്കുറ്റി. നിങ്ങളുടെ വീടിന്റെ കിഴക്കുവശത്ത് അങ്ങനെ മുക്കുറ്റി മുളച്ചു നിൽപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടമായി കാണുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിലായിട്ട് ഒരു തുളസിത്തൈ കൂടി നട്ടുകൊടുക്കുക. അതിന് കൃത്യമായി വെള്ളമൊഴിച്ച് സ്നേഹത്തോടെ പരിപാലിക്കണം. അങ്ങനെ ചെയ്താൽ നാൾക്കുനാൾ വീട്ടിൽ വലിയ ഉയർച്ചയും ഐശ്വര്യവും വന്നെത്തും. കിഴക്കുവശത്ത് നിൽക്കുന്ന മുക്കുറ്റിയോടൊപ്പം തുളസിയും കൂടി നട്ടുവളർത്തിയാൽ വീട്ടിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞുപോകും. ഭഗവാനെ നേരിട്ട് പൂജിക്കുന്ന അത്രയും വലിയ പുണ്യമാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കിഴക്കുഭാഗത്ത് കാണുന്ന മുക്കുറ്റിക്കൊപ്പം ഒരു തുളസിത്തൈ കൂടി നട്ടുവളർത്താൻ സാധിച്ചാൽ സർവ്വ ദുരിതങ്ങളും മാറി സന്തോഷം നിറയും. അടുത്തതായി 9ാമതായി പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതും വീട്ടിൽ ചെയ്തു പോരുന്നതുമായ കാര്യമായിരിക്കും. വീടുകളിൽ തുളസിത്തറയുള്ളവർ അതിൽ തുളസി മാത്രം വളർത്തരുത്. ഐശ്വര്യത്തിനായി ആ തുളസിത്തറയിൽ ഒരു മൂട് മഞ്ഞൾ കൂടി വെച്ചു പരിപാലിക്കണം. മഞ്ഞളും തുളസിയും ഒന്നിച്ച് തുളസിത്തറയിൽ നിൽക്കുന്ന വീടുകളിൽ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നുചേരും. രാവിലെ ഈ മഞ്ഞളിനും തുളസിക്കും ജലമൊഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിനം തുടങ്ങുന്നവർക്ക് നാൾക്കുനാൾ വലിയ ഉയർച്ചകളുണ്ടാകും. ഇവ രണ്ടിനെയും തൊഴുതുവണങ്ങി പുറത്തേക്കിറങ്ങുന്നവർക്ക് ജീവിതത്തിൽ ഒരുവിധ ദോഷങ്ങളും അനുഭവപ്പെടില്ല. പ്രപഞ്ചത്തിന്റെ സ്ഥിതികാരനായ മഹാവിഷ്ണുവിന്റെയും സമ്പത്തിന്റെ ദേവിയായ മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. തുളസിത്തറയിൽ തുളസിയും മഞ്ഞളും ഒന്നിച്ചു നട്ടുവളർത്തുന്നത് ഭഗവാനും ഭഗവതിയും വീട്ടുപടിക്കൽ കുടികൊള്ളുന്നതിന് തുല്യമാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ തുളസിയെയും മഞ്ഞളിനെയും വണങ്ങിയിറങ്ങുന്നത് അമ്പലത്തിൽ പോയതിന് തുല്യമായ വലിയ ഫലം നൽകും. അപ്പോൾ അവസാനത്തെ കാര്യവും ഇതാണ്. ഇവിടെ 9 തരത്തിലുള്ള ചെടികളും അവ വളർത്തേണ്ട 9 ശരിയായ സ്ഥാനങ്ങളും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടികളൊക്കെ ഉണ്ടാകാം. എന്നാൽ കൃത്യമായ സ്ഥാനത്ത് വളർത്തുമ്പോൾ കിട്ടുന്ന ഫലം അത് വേറെ തന്നെയാണ്. വീടുകളിൽ ഈ ചെടികൾ നിൽക്കുന്ന സ്ഥാനം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റേണ്ടി വരുന്നു എന്നേയുള്ളൂ. എന്നാൽ അങ്ങനെ സ്ഥാനമറിഞ്ഞ് നടമ്പോൾ വാസ്തുപരമായി വീടിന് കിട്ടുന്ന ചൈതന്യവും മാറ്റങ്ങളും എത്രത്തോളമാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുന്നതിനു മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾക്കായി പങ്കുവയ്ക്കാം.
4 ചെടികൾ ഒരിക്കലും വീടുകളിൽ സ്ഥാനം തെറ്റി നിൽക്കാൻ പാടില്ല. നമ്മൾ വളരെ വിശുദ്ധമായി കാണുന്ന 4 ചെടികൾ സ്ഥാനം തെറ്റി നിന്നാൽ വലിയ വിപരീത ഫലങ്ങളാണ് കൊണ്ടുവരിക. പലരും ഈ വലിയ തെറ്റ് അറിയാതെ ചെയ്യാറുള്ളതുകൊണ്ടാണ് ഇതും കൂടി വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന 4 ചെടികൾ തെറ്റായ സ്ഥാനത്താണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ അവ അവിടെ നിന്ന് മാറ്റണം. സ്ഥാനം തെറ്റി നിൽക്കുന്നത് വീട്ടിലേക്ക് സകല ദോഷങ്ങളെയും ക്ഷണിച്ചു വരുത്തും. ഒന്നാമത്തേത് തുളസിയാണ്. തുളസി കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതുടൻ മാറ്റണം. കന്നിമൂലയിൽ തുളസി നിന്നാൽ വീട് തകർന്നു പോയ ചരിത്രമേയുള്ളൂ. രണ്ടാമത്തേത് പുളിമരമാണ്. പുളിമരം വീടിന്റെ കന്നിമൂലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷസ്ഥാനമാണ്. അത് വീട്ടുകാർക്ക് വലിയ നരകയാതനകളുണ്ടാക്കും. കന്നിമൂലയിൽ പുളിമരം നിൽക്കുന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ട ചരിത്രമില്ല. മൂന്നാമത്തേത് മണിപ്ലാന്റ് ആണ്. സൗഭാഗ്യത്തിനായി നമ്മൾ കൊണ്ടുവയ്ക്കുന്ന മണിപ്ലാന്റ് വടക്ക് കിഴക്കേ മൂലയായ ഈശാനകോണിൽ വന്നാൽ അത് വലിയ സ്ഥാനക്കേടാണ്. ധനലാഭത്തിനു പകരം വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും അതുണ്ടാക്കുക. നാലാമത്തേത് കള്ളിമുള്ളാണ്. കള്ളിമുള്ള് ഒരിക്കലും വീടിന്റെ പ്രധാന വാതിലിന് നേരെ വരാൻ പാടില്ല. പ്രധാന വാതിൽ തുറക്കുമ്പോൾ നേരെ കള്ളിമുള്ള് കാണുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വലിയ ദുരിതങ്ങളും ദുഃഖങ്ങളും നിറയും. അതിനാൽ കള്ളിമുള്ള് പ്രധാന വാതിലിന് നേരെയുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. ഈ 4 കാര്യങ്ങൾ സ്ഥാനം തെറ്റി നിന്നാൽ ദോഷമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ പൂർത്തിയാക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ വ്യക്തതക്കുറവോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തക്കതായ മറുപടി നൽകാം. ജഗദീശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ. നന്ദി, നമസ്കാരം.